തെണ്ടി കുത്തുവാൾ എടുക്കാന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏകദേശം അതേ ഒരു ഗതിയിലാണ് ഈ പടം എടുത്ത ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ഒക്കെ ലൈഫ് പോയത്. ആ പടത്തിന്റെ പേരാണ് നോസ്ഫെറാത്തു. നമ്മുടെ അടുത്തിറങ്ങിയ ഇംഗ്ലീഷ് പടം അല്ല, 1922 നോസ്ഫെറാത്തു ദ സിംഫണി ഓഫ് എ ഹൊറർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പടം ഇപ്പോഴും ലോക സിനിമയുടെ ഒരു ക്ലാസിക് ആയിട്ട് ആൾക്കാർ കാണുന്ന ഒരു പടമാണ് നോസ്ഫെറാത്തു എന്ന് പറയുന്ന ഈ പടം. വിഗതകുമാരനൊക്കെ പോലത്തെ ഒരു ശബ്ദമില്ലാത്തൊരു പടമാണിത്. ഹൊറർ ജോണറിൽ ആ ടൈമിലൊക്കെ അത് തുടങ്ങുന്നേ ഉള്ളൂ. ആ ടൈമിലും ഏകദേശം 103 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതൊരു ബെഞ്ച് മാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും തെണ്ടി കുത്തുവാളെടുത്തു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ. പക്ഷെ കഥ തുടങ്ങുന്നത് വളരെ വളരെ മുമ്പാണ്. ബ്രാം സ്റ്റോക്കർ എന്ന് പറയുന്ന ഒരു ഐറിഷ് എഴുത്തുകാരൻ അയർലൻഡിലെ ഡബ്ലിനിലിരുന്നുകൊണ്ട് 1897 ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു നോവൽ എഴുതാണ്. പക്ഷേ ഈ ഡ്രാക്കുളയുടെ കഥ പിന്നെയും ഒരു 500 കൊല്ലം മുമ്പ് തുടങ്ങുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 15ാം നൂറ്റാണ്ടിലാണ് വ്ലാഡ് ദ തേർഡ്, വല്ലാച്ചിയയിലത്തെ വോയ്വോഡായിട്ടുള്ള വ്ലാഡ് ദ തേർഡ് ജനിക്കുന്നത്. എനിക്കറിയാം പലർക്കും ഈ പറഞ്ഞൊന്നും മനസ്സിലായിണ്ടാവില്ല. ചുരുക്ക ഭാഷയിൽ പറയാം, വോയ്വോഡ് ഓഫ് വല്ലാച്ചിയ. അതായത് വല്ലാച്ചിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വോയ്വോഡ്, അതൊരു നാട്ടുപ്രമാണി ടൈപ്പ് ഒരു മനുഷ്യനായിരുന്നു വ്ലാഡ് ദ ഇംപെയിലർ. വ്ലാഡ് മൂന്നാമനായിരുന്നു പുള്ളിയുടെ ഒറിജിനൽ പേര്. പക്ഷെ പുള്ളിക്ക് വ്ലാഡ് ദ ഇംപെയിലർ എന്ന് പേര് വരാൻ കാരണം പുള്ളി ശത്രുക്കളുടെ മൂലമറ്റം വഴി കുന്ത അടിച്ചടിച്ചടിച്ചടിച്ച് കയറ്റി തല വഴി പുറത്തിറക്കും. അങ്ങനെയാണ് ആൾക്കാരെ കൊന്നുകൊണ്ടിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പുള്ളി ഏകദേശം ഒരു 20,000 പേരെ അതുപോലെ ചെയ്തിട്ടുണ്ട്. കാര്യം ബാക്കിയുള്ള നാട്ടുകാർക്ക് ശരിക്കും ഒരു പിശാചിന്റെ പോലെയൊക്കെ ആയിരുന്നെങ്കിലും സ്വന്തം നാട്ടുകാർക്ക് ഇന്നും പുള്ളി ഒരു വാർ ഹീറോ ആണ്. ആ നാട്ടിലത്തെ ഒരു ഹീറോ ആണ് പുള്ളിക്കാരൻ. പുള്ളീനെ ഇൻസ്പിറേഷൻ വെച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രാം സ്റ്റോക്കർ 1897 ഡ്രാക്കുള എന്ന് പറയുന്ന നോവൽ എഴുതുന്നത്. പിന്നെ റെസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ 100-200 കൊല്ലം കഴിഞ്ഞു, എന്നിട്ടും ആൾക്കാർ ആ പേര് ഓർത്തിരിക്കുകയും അതും വേൾഡ് വൈഡ് ആൾക്കാർ പേടിയുടെ ഒരു സിമ്പൽ പോലെ കാണുന്ന ഒരു കിഡിലൻ ക്യാരക്ടർ ഡ്രാക്കുള. അങ്ങനെ ഒരു ക്യാരക്ടറിനെ പിന്നെ ആർക്കും എഴുതാൻ പറ്റിയിട്ടില്ല. ബ്രാം സ്റ്റോക്കർ എന്ന് പറയുന്ന ആള് ഇപ്പോൾ അറിയപ്പെടുന്നത്, ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ആലോചിച്ചിരിക്കുന്നത് ആ ഡ്രാക്കുള എന്ന് പറയുന്ന ആ ഒരു പേര് കാരണമാണ്. പക്ഷേ പലർക്കും അറിയാത്തൊരു കഥയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്രാം സ്റ്റോക്കർ ആ എഴുതി പബ്ലിഷ് ചെയ്ത ടൈമിൽ, അതായത് ഡ്രാക്കുള നോവൽ എഴുതി പബ്ലിഷ് ചെയ്തിട്ടും ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒരു ആവറേജ് ഹിറ്റ് പോലത്തെ സംഭവമായിരുന്നു അത്. എന്തിനും ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു പേര് പോലും 4 ആൾ അറിയാതെ മൂടി പോകേണ്ട സംഭവമാണ്. അങ്ങനെ 1897 എഴുതിയ ആ ഡ്രാക്കുള എന്ന് പറയുന്ന നോവൽ ആരും കാണാതെ ലൈബ്രറികളുടെ ഉള്ളിൽ വെറുതെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ 1922 ഒരു ജർമ്മൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി ആ നോവൽ ജസ്റ്റ് ഒന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് ഉണ്ടായ പടമാണ് നോസ്ഫെറാത്തു. അതായത് അവർ ജസ്റ്റ് അവരുടെ പേരും കാര്യങ്ങളും വെച്ചാൽ ക്യാരക്ടേഴ്സിൻ്റെ പേരും ജസ്റ്റ് അപ്പിയറൻസും മാത്രം മാറ്റി ഏകദേശം അതുപോലെ തന്നെ കോപ്പി അടിച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോസ്ഫെറാത്തു എന്ന് പറയുന്ന ആ ഒരു സൈലൻറ്റ് ഫിലിം ഇറങ്ങി. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഒരു ബുക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളതിൻ്റെ റൈറ്റ്സ് മേടിക്കണം. ഒരു റീമേക്ക് ആണെങ്കിൽ പോലും അത് റൈറ്റ്സ് മേടിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് നമ്മളെ സ്യൂ ചെയ്യാൻ പറ്റും, നമ്മളെ കേസ് കൊടുക്കാം. ഭർത്താവ് മരിച്ച, അതായത് ബ്രാം സ്റ്റോക്കർ മരിച്ചു കഴിഞ്ഞ് ബ്രാം സ്റ്റോക്കറുടെ ഭാര്യയുടെ ഏറ്റവും ഒരേ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു ഈ ഡ്രാക്കുള എന്ന് പറയുന്ന ഇതുപോലത്തെ ബുക്സിൻ്റെ ഒക്കെ റൈറ്റ്സിൻ്റെ പൈസ കിട്ടുന്നത്. അങ്ങനെ റൈറ്റ്സ് മേടിക്കാതെ ലോയൽറ്റി ഒന്നും കൊടുക്കാതെ ഇവരിങ്ങനൊരു പടം ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു? ഇവരങ്ങ് സൂ ചെയ്തു. അല്ലെങ്കിൽ കുത്തുവാൾ എടുക്കുന്നതിൻ്റെ വക്കത്ത് നിൽക്കുകയായിരുന്നു ആ പ്രൊഡക്ഷൻ കമ്പനി, ആ ജർമ്മൻ പ്രൊഡക്ഷൻ കമ്പനി. സത്യം പറഞ്ഞാൽ ഈ ഒറ്റ പടം ഹിറ്റാവുന്നതിൻ്റെ ബലത്തിലായിരുന്നു അവർ നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ വന്നപ്പോൾ അവർ സത്യം പറഞ്ഞാൽ മുടിഞ്ഞങ്ങോട്ട് പോയി. ഇങ്ങനെ ഇവർ വലിയൊരു തുക നമ്മുടെ ബ്രാം സ്റ്റോക്കറിൻ്റെ വൈഫിന് ഇവർ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഇവർ ബാങ്ക്രപ്സിക്ക് ഫയൽ ചെയ്തു. അതായത് പാപ്പരായി, 10ൻ്റെ പൈസ ഇല്ലാതായി കയ്യിൽ. പക്ഷെ അവിടം കൊണ്ടും ബ്രാം സ്റ്റോക്കറിൻ്റെ വൈഫ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് പുള്ളിക്കാരിക്ക് ഈ റൈറ്റ്സ് വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിനെന്ത് വേണം? ഈ പടം ഒറ്റ മനുഷ്യനും കാണാൻ പാടില്ല. പുള്ളിക്കാരി പിന്നെയും കോർട്ടിലേക്ക് പോയി. കോർട്ട് പതിവ് പോലെ തന്നെ പുള്ളിക്കാരിക്ക് ഫേവറായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്തു. നടന്നത് പിന്നെ ചരിത്രമാണെന്ന് പറയാം. നമ്മുടെ സെല്ലുലോയിഡ് സിനിമ ഉണ്ടോ, അതിൽ വിഗതകുമാരൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നാട്ടുകാർ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഏകദേശം അതുപോലെയായിരുന്നു ആ യൂറോപ്പ് മൊത്തം. അതായത് നോസ്ഫെറാത്തുവിൻ്റെ എല്ലാ ഫിലിമും തേടി പിടിച്ച് കത്തിച്ച് കളയാൻ ഉത്തരവിട്ടു. ഒരാൾ ചങ്ക് പിടച്ചെടുത്ത പടമാണ് അത്. എടുത്ത ആൾ മുടിഞ്ഞു പോയി, 10ൻ്റെ പൈസ ഇല്ല കയ്യിൽ. എന്നിട്ടും ആ പടം മൊത്തം, അതായത് ഇനി ആരും കാണാൻ പാടില്ല, അതിൻ്റെ എല്ലാ പ്രിൻറ്റും കൂട്ടിയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവ്. അങ്ങനെ വലിയൊരു അതിനു വേണ്ടിയുള്ള ഒരു റെയ്ഡ് പോലത്തെ ഒരു സംഭവം നടന്നത്. പല പ്രിൻറ്റുകളും അവർ കണ്ടുപിടിച്ച് കത്തിച്ച് കളയുകയും ചെയ്തു. പക്ഷേ എങ്ങനെയൊക്കെയോ 1-2 പ്രിൻറ്റുകൾ മാത്രം സർവൈവ് ചെയ്തു.
അങ്ങനെ ഈ പ്രിൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ഒരു US അയച്ചു കൊടുത്തു. എങ്ങനെ US അവിടെ നിന്ന് അതങ്ങോട്ട് ട്രെൻഡ് ആവാൻ തുടങ്ങി. അവിടെ നിന്ന് വേൾഡ് വൈഡ് ഇങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. പക്ഷേ യൂറോപ്പിൽ എപ്പോഴും ഈ പ്രശ്നമുണ്ട്. പുള്ളിക്കാരിക്ക് അറിയായിരുന്നു ഇതിനി കൈ കിട്ടൂല, കാരണം വേൾഡ് വൈഡ് ഈ സാധനം നോസ്ഫെറാത്തു എന്ന് പറയുന്ന സംഭവം സ്പ്രെഡ് ആയി കഴിഞ്ഞു. പക്ഷേ ഈ യൂറോപ്പിലത്തെ കൺട്രോൾ പുള്ളിക്കാരിയുടെ കയ്യിലാണല്ലോ. അപ്പോൾ യൂറോപ്പിലത്തെ എല്ലാ പ്രിൻറ്റും മാത്രം പുള്ളിക്കാരി ഇതുപോലെ കളക്ട് ചെയ്തിട്ട് കത്തിച്ചളയും. അപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി നോസ്ഫെറാത്തുവിന് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ കൈ വിട്ടു പോയി കഴിഞ്ഞു. പക്ഷേ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നോസ്ഫെറാത്തുവിനേക്കാളും നല്ലൊരു സംഭവം ഉണ്ടാക്കാം. പുള്ളിക്കാരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹാമിൽട്ടൺ ഡീൻ എന്ന് പറയുന്ന ഒരു ഫാമിലി ഫ്രണ്ടിന് പുള്ളിക്കാരിയുടെ റൈറ്റ്സ് കൊടുത്തിട്ട് പ്ലേ ആക്കാൻ പറഞ്ഞു, ഒരു നാടകമാക്കാൻ പറഞ്ഞു. ആ നാടകം ഭയങ്കരമായിട്ട് ഹിറ്റായി. അതിൻ്റെ പേര് ഡ്രാക്കുള എന്നായിരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് അന്ന് 1931 ഡ്രാക്കുളയുടെ റൈറ്റ്സ് മേടിച്ചു, അതും ഇന്നത്തെ 50 കോടിക്ക്. ആസ് എ റിസൾട്ട് ബെല്ല ലുഗോസിയുടെ കിടിലനായിട്ട് കൗണ്ട് ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി. വേൾഡ് വൈഡ് നോസ്ഫെറാത്തുവിനേക്കാളും ഡ്രാക്കുള എന്ന് പറയുന്ന പേര് സെൻസേഷൻ ആവാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? നോസ്ഫെറാത്തുവിൽ കൗണ്ട് ഓർലോക്ക് എന്ന് പറയുന്ന ഒരു എലിയുടെ മുഖമുള്ള, കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു ജീവിയാണ്. പക്ഷേ ഈ ഡ്രാക്കുളയിലേക്ക് വരുമ്പോൾ കൗണ്ട് ഡ്രാക്കുള എന്ന് പറയുന്ന മനുഷ്യൻ പക്ക ഹാൻസം ആയിട്ടുള്ള കിടിലൻ മനുഷ്യനാണ്, പണ്ടാർ ലുക്കുള്ള മനുഷ്യനാണ്. പക്ഷേ ജസ്റ്റ് ഒരു അനീമിയ ബാധിച്ച പോലെ ഒരു പെയിൽ നിറമായിരിക്കും. പോരാത്തതിന് അയാൾ ചില ടൈമിൽ മാത്രമേ ഒരു പ്രേതമാണെന്ന് നമ്മൾക്ക് റിയലൈസ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നമ്മൾ ജോനതൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പോകുമ്പോൾ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നല്ലേ തോന്നാം. പക്ഷെ പിന്നെയാണല്ലോ ഇയാൾ ഇതുപോലത്തെ വലിയ പ്രശ്നമാണ്, വാമ്പയറാണെന്നൊക്കെ നമ്മൾ മനസ്സിലാവുക. അങ്ങനെ ഇത്രയും നൂറ്റാണ്ടായിട്ട് പോലും ആൾക്കാർക്കും നമുക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഡ്രാക്കുള ഇറങ്ങിയത്. ഡ്രാക്കുള പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഡ്രാക്കുളയുടെ ലെഗസി എന്താണെന്ന്. ഇഷ്ടംപോലെ ഡ്രാക്കുള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അങ്ങനെ ബ്രാം സ്റ്റോക്കറിൻ്റെ ഭാര്യ വിചാരിച്ച പോലെ തന്നെ നോസ്ഫെറാത്തുവിന് കൗണ്ടറായിട്ട് ഇറങ്ങിയ ഡ്രാക്കുള നോസ്ഫെറാത്തുവിനേക്കാളും വലിയ രീതിയിൽ വളർന്നു എന്ന് മാത്രമല്ല, നോസ്ഫെറാത്തു എന്ന് പറയുന്ന പേരിനെ എടുത്തിങ്ങനെ വെച്ചിട്ട് ശവപ്പെട്ടി വെച്ചിട്ട് കുഴിച്ചു മൂടാന്ന് പറയില്ലേ, അതുപോലെ ആക്കി കളഞ്ഞു ആ പടത്തിനെ. പലരും ആ പേര് തന്നെ മറന്നുപോയി. ഈവൻ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത് അതിൻ്റെ നോസ്ഫെറാത്തു എന്ന് പറയുന്ന അതിൻ്റെ റീമേക്ക് ഉണ്ടായിട്ട് പോലും അത് നല്ലൊരു തിയേറ്റർ റണ്ണോ ആൾക്കാരുടെ അക്സെപ്റ്റൻസോ കിട്ടിയില്ല. അതായത് ഡ്രാക്കുളനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കിട്ടിയില്ല. എന്നാലും ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് കിട്ടാനും ആ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടാനും അത് വേൾഡ് ഫേമസ് ആവാനും കാരണം നോസ്ഫെറാത്തു എന്ന് പറയുന്ന ആ ഒരു പടം ഇറങ്ങിയതുകൊണ്ട് തന്നെയാണ്. ആ 1-2 പേരുടെ ആ പാവങ്ങളുടെ ജീവിതം തന്നെ മുടിഞ്ഞു പോയതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഇത്രയും കൊല്ലങ്ങൾ 100-200 കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ നോസ്ഫെറാത്തു എന്ന് പറയുന്ന ആ ഒരു പേര് ഇപ്പോൾ ഇത്തിരിയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർ സെറ്റ് ചെയ്ത് വെച്ചൊരു ലെഗസിയാണ്. ആ സംഭവം ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഹൊറർ ജോണറൊക്കെ വളർന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ, ആ ഒരു കാലഘട്ടത്തിൽ അതുപോലത്തെ ഒരു പടം ചെയ്തിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ പേടിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ സെറ്റ്. അതിപ്പോഴും ഹൊറർ ലെഗസി, ഹൊറർ ജോണറയിലെ ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് കാണുന്നത്.